4ാം ക്ലാസ്സിലെ തദ്രീബു തിലാവ എന്ന പാഠപുസ്തകത്തിൽ നിന്ന് അഹ്കാമുൽ മീമിസ് സാക്കിന, സുക്കൂനുള്ള മീമിൻ്റെ വിധികൾ. ഇദ്ഗാം, ഇഖ്ഫാ, ഇൽഹാർ. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീം വന്നാൽ രണ്ടിനെയും പരസ്പരം ലയിപ്പിച്ച് ഷദ് ചെയ്ത് ഉന്നത്ത് നൽകി ഉച്ചരിക്കണം. ഇതിന് ഇദ്ഗാം എന്ന് പറയുന്നു. സുക്കൂനുള്ള മീമിന് ശേഷം ബാ വന്നാൽ മീമിനെ ബായിൽ അവ്യക്തമാക്കി ഉന്നത്ത് ചെയ്ത് ഉച്ചരിക്കണം. ഇതിനെ ഇഖ്ഫാ എന്ന് പറയുന്നു. 3ാമത്തെ ഇൽഹാറാണ്. സുക്കൂനുള്ള മീമിന് ശേഷം മീമും ബാവുമല്ലാത്ത ഏത് അക്ഷരം വന്നാലും മീമിനെ ഉന്നത്ത് നൽകാതെ വ്യക്തമായി ഉച്ചരിക്കണം. ഇതിനെ ഇൽഹാർ എന്ന് പറയുന്നു. 4ാം ക്ലാസ്സിലെ തദ്രീബു തിലാവയിലെ പാഠഭാഗങ്ങളുടെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം.